നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മകൾ പുതുക്കി ഇന്ന് വിഷു. കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും ലോകമെമ്പാടുമുള്ള മലയാളികൾ വിഷു ആഘോഷത്തിൽ. വിഷുപ്പുലരിയിൽ കണ്ണനെ കണി കണ്ടുണരാൻ ഗുരുവായൂരിൽ വൻ ഭക്തജന തിരക്ക്. പുലർച്ചെ 2:42 മുതൽ 3:42 വരെയാണ് വിഷുക്കണി ദർശനം. ചാലക്കുടി നഗരസഭ കാന നിർമ്മിച്ചിട്ടും കണ്ണമ്പുഴ റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരമായില്ല. നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ വീഴ്ചയാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആരോപണം. വാർത്തകൾ വിശദമായി. ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മകൾ പുതുക്കി ഇന്ന് വിഷു. കാഴ്ചയെ സമൃദ്ധമാക്കാൻ വേണ്ടതൊക്കെ കണിയായി ഒരുക്കിയും കൈനീട്ടം നൽകിയും വിഷു ആഘോഷത്തിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. കാർഷിക സമൃദ്ധിയുടെ പോയ കാലത്തെ സ്മരണകൾക്കൊപ്പം വരാനിരിക്കുന്ന നല്ല നാളുകളുടെ പ്രതീക്ഷ കൂടിയാണ് ഓരോ വിഷുവും. നിറഞ്ഞുകത്തുന്ന നിലവിളക്കിന് മുന്നിൽ സ്വർണ്ണ നിറമുള്ള കൊന്നപ്പൂക്കൾ. ഓട്ടുരുളിയിൽ കാർഷിക സമൃദ്ധിയുടെ ഓർമ്മപ്പെടുത്തലായി കണി, വെള്ളരിയും ഫലങ്ങളും. സമൃദ്ധിയുടെ ഈ കാഴ്ച ഒരാണ്ടിലേക്ക് മുഴുവനുള്ളതാണ്. എല്ലാവരും കണി കണ്ടു കഴിഞ്ഞാൽ കൈനീട്ടമാണ്. കുടുംബത്തിലെ മുതിർന്നവർ കയ്യിൽ വെച്ച് തരുന്ന അനുഗ്രഹം കൂടിയാണിത്. പിന്നെ നാട്ടുരുചിയുമായി സദ്യവട്ടം. പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും ആഘോഷങ്ങൾ വേറെയും. സൂര്യൻ മീനരാശി വിട്ട് മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണിത്. കേരളത്തിലെ കർഷകർക്ക് അടുത്ത വാർഷിക വിളകൾക്കുള്ള തയ്യാറെടുപ്പിന്റെ കാലം കൂടിയാണ് വിഷു. വിഷുപ്പുലരിയിൽ കണ്ണനെ കണി കണ്ടുണരാൻ ഗുരുവായൂരിൽ വൻ ഭക്തജന തിരക്കാണ്. പുലർച്ചെ 2:42 മുതൽ 3:42 വരെയായിരുന്നു വിഷുക്കണി ദർശനം. മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി ശ്രീലകത്ത് കയറി ആദ്യം ഗുരുവായൂരപ്പനെ കണി കാണിച്ചു. പിന്നാലെ ശ്രീലകവാതിൽ ഭക്തർക്കായി തുറന്നിട്ടു. നമസ്കാര മണ്ഡപത്തിലും കണിയൊരുക്കിയിരുന്നു. വിഷുദിനത്തിൽ പ്രസാദൂട്ടിന് പതിവ് വിഭവങ്ങൾ മാത്രമാകും. ഉച്ചപൂജ കഴിഞ്ഞ് നട അടച്ചാൽ വരി നിൽക്കുന്ന മുഴുവൻ പേർക്കും പ്രസാദൂട്ട് നൽകും. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ചന്ദ്രാപിന്നി കൂട്ടോത്തുപാടം കാർത്തിക മരണപ്പെട്ടത് സിസേറിയൻ നടത്തിയ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സീമയുടെ അനാസ്ഥ കൊണ്ടാണെന്നാണ് ഭാരതീയ പട്ടിക ജനസമാജം. മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത ഡോക്ടറെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് നരഹത്യക്ക് കേസെടുക്കണമെന്ന് ഭാരതീയ പട്ടിക ജനസമാജം തൃശൂർ ജില്ലാ കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മറുപിള്ള നീക്കം ചെയ്യാത്തതുകൊണ്ടാണ് ശരീരമാസകലം പഴുപ്പ് ബാധിച്ച് വയർ വീർക്കാനിടയായതെന്നാണ് മെഡിക്കൽ കോളേജിൽ CT സ്കാൻ നടത്തിയപ്പോൾ കണ്ടെത്തിയത്. അതാണ് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തത്. പ്രസവ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്കുണ്ടായ ഗുരുതര വീഴ്ചയാണ് കാർത്തികയുടെ മരണത്തിനിടയാക്കിയതെന്നും കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, ജില്ലാ പോലീസ് സൂപ്രണ്ട് എന്നിവർക്ക് കാർത്തികയുടെ ഭർത്താവ് അശ്വിമോൻ പരാതി നൽകിയിട്ടുണ്ട്. ശസ്ത്രക്രിയയ്ക്കിടെ ഗുരുതരമായ വീഴ്ച വരുത്തിയ ഡോക്ടർ സീമയെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ സമരം നടത്തുമെന്നും 2 പിഞ്ചുകുട്ടികളും പ്രായമായ അച്ഛനും അമ്മയും അടങ്ങുന്ന അശ്വിമോന്റെ കുടുംബത്തെ സംരക്ഷിക്കണമെന്നും സമാജം നേതാക്കൾ ആവശ്യപ്പെട്ടു. പത്രസമ്മേളനത്തിൽ സംസ്ഥാന ജേതാക്കളായ PK ബാബു മാസ്റ്റർ, PK അജിത് കുമാർ, ജില്ലാ പ്രസിഡന്റ് KS അനിൽകുമാർ, ജില്ലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കാതിക്കോട് എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കാരണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വേറെ ഒന്നുമല്ല, അവരൊരു സൈക്കോ കില്ലറാണത്. ഇവർക്ക് പല ആശുപത്രികളിൽ നിന്നും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഇവർക്ക് എന്തോ മാനസികപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവരിവിടെ കൈക്കൂലി കേസിൽ പ്രതിയാണ്. മുന്നേതോ ഒരു കേസിലൊക്കെ ഒരു പ്രതിയാണെന്ന് പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇവർക്ക് ആരെങ്കിലും ഏതെങ്കിലും ഒരു രോഗികൾക്ക് ഒരു 10 രോഗികൾ എടുക്കുകയാണെങ്കിൽ അതിലൊരു 2 പേരെങ്കിലും ഇവർക്ക് ഇത്തരത്തിൽ എന്തോ ഒരു മാനസികമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവർക്ക് എന്തോ ഒരു മാനസിക അസ്വസ്ഥത ഉണ്ടാകണം. അപ്പൊ ഇവർക്ക് എന്തോ ഒരു മനസ്സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം
മേലടൂർ സമിതി സ്കൂളിന്റെ സ്ഥാപകൻ മാനേജർ ആന്റണി മാളിയേക്കലിന്റെ 101ാം ജന്മദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ വെച്ച് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ യോഗം ചേർന്നു. അന്നമനട പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി.കെ. സതീശൻ യോഗം ഉദ്ഘാടനം ചെയ്തു. മാനേജർ ആന്റണി മാളിയേക്കൽ, ഫൗണ്ടേഷൻ പ്രസിഡന്റ് പ്രസാദ് മേനോക്കിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ടി.എൻ. പ്രകാശ്, അഡ്വക്കേറ്റ് രാജു മറ്റത്തിൽ, മുരുകേഷ് കടവത്ത്, സിജോ ചക്കാലക്കൽ, ജിൽസൺ, എം.ജെ. ബാബു, ജോണി വിധേയത്തിൽ എന്നിവർ സംസാരിച്ചു. പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ യുവാക്കൾ ആരംഭിച്ച പച്ചക്കറി കൃഷി ശ്രദ്ധേയമാവുന്നു. ആറ്റപ്പാടം പള്ളിക്കുളത്ത് ഏകദേശം 1 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഇടവിളയായി ജൈവ പച്ചക്കറി യുവാക്കളുടെ കൂട്ടായ്മ പച്ചക്കറി കൃഷി ആരംഭിച്ചിരിക്കുന്നത്. ഹൈബ്രിഡ് ഇനത്തിലുള്ള പയർ കൃഷി ചെയ്തിരിക്കുന്നതിനാൽ നല്ല വിളവാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ആറ്റപ്പാടം പള്ളിക്കുളത്ത് ഏകദേശം 1 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് പയർ, വെണ്ട, തണ്ണിമത്തൻ, ചീരകൃഷി ചെയ്തിരിക്കുന്നത്. പ്രധാനമായും കൃഷി ചെയ്തിരിക്കുന്ന പയർ വിളവെടുപ്പിന് ഒരുങ്ങിയിരിക്കുകയാണ്. വിഷുവായിട്ട് നല്ല വിലയുള്ള സമയത്താണ് വിളവെടുപ്പും. ആൽവിൻ വിൽസൺ, ടോമി തോമസ്, ജോസ്റ്റീവ് സ്റ്റീഫൻ ഇവർ 3 പേരാണ് വിദേശത്ത് നിന്ന് തിരിച്ചെത്തി കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ സുഹൃത്ത് ജെറിൻ വെളിയത്ത് കൊരട്ടി കിൻഫ്രയിലെ ജീവനക്കാരനാണ്. വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവർക്ക് ഒഴിവുകാലം വെറുതെ ഇരിക്കേണ്ടെന്ന് വെച്ചാണ് ഇവരുടെ തന്നെ ബന്ധുവിൻ്റെ കൃഷി ചെയ്യുന്ന പാടത്ത് ഇടവേളയായി പച്ചക്കറി കൃഷി എന്ന ആശയം ഉദിക്കുന്നത്. ഒക്ടോബർ മാസം വരെ നെൽകൃഷി ചെയ്യുന്ന പാടശേഖരത്തിലാണ് ഇപ്പോൾ പച്ചക്കറി കൃഷി ആരംഭിച്ചിരിക്കുന്നത്. ഇവർക്ക് കൃഷിയെക്കുറിച്ച് വേണ്ട കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നത് അഗസ്റ്റിൻ പുതുശ്ശേരി, വർഗീസ്, ഡാനി ചെറിയാൻ, അനൂപ് ജെയ്സണുമാണ്. മറ്റെല്ലാ ജോലികളും ചെയ്യുന്നത് സുഹൃത്തുക്കളായ ഇവർ 4 പേരും ചേർന്നാണ്. തുടക്കത്തിൽ ചില ആശയക്കുഴപ്പങ്ങളുമെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഏറെ സന്തോഷത്തിലാണ് 4 പേരും. ഹൈബ്രിഡ് ഇനത്തിലുള്ള പയർ കൃഷി ചെയ്തിരിക്കുന്നതിനാൽ നല്ല വിളവാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. വിദേശത്തേക്ക് തിരിച്ചു പോകുന്നതുവരെ പച്ചക്കറി കൃഷി തുടരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ആൽവിൻ വിൽസൺ പറഞ്ഞു. മീഡിയ ടൈം, കൊടകര. പ്രൊഫസർ എം.എൻ. വിജയൻ സ്മാരക പുരസ്കാരം കവിയും എഴുത്തുകാരനുമായ പി.എൻ. ഗോപികൃഷ്ണന് മതിലകം കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാല പ്രൊഫസർ എം.എൻ. വിജയൻ സ്മാരക പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ 3ാമത് പ്രൊഫസർ എം.എൻ. വിജയൻ സ്മാരക പുരസ്കാരം കവിയും എഴുത്തുകാരനുമായ പി.എൻ. ഗോപികൃഷ്ണന് സമ്മാനിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലെ സംഭാവനകൾ മുൻനിർത്തിയാണ് കെ. സച്ചിദാനന്ദൻ ചെയർമാനായ ജൂറി ഗോപികൃഷ്ണനെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 15 തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് കളരിപ്പറമ്പ് സ്കൂൾ മൈതാനിയിൽ നടക്കുന്ന ചടങ്ങിൽ കവിയും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ കെ. സച്ചിദാനന്ദൻ പുരസ്കാര സമർപ്പണം നിർവഹിക്കും. ഇ.ഡി. ടൈസൺ എം.എൽ.എ. അധ്യക്ഷത വഹിക്കും. ആലങ്കോട് ലീലാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കും. ഫാസിസ്റ്റ് കാലത്തെ പ്രതിരോധത്തിന്റെ പാഠങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ സുനിൽ പി. ഇളയിടം മുഖ്യപ്രഭാഷണം നടത്തും. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി.കെ. ഗിരിജ, മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, എസ്.എൻ.പുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം.എസ്. മോഹനൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കെ.എസ്. ജയ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. കെ. സച്ചിദാനന്ദൻ, സുനിൽ പി. ഇളയിടം എന്നിവർക്കാണ് മുൻ വർഷങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. സംഘാടക സമിതി ഭാരവാഹികളായ എം.എസ്. ദിലീപ്, പി.വി. സജിത, സോമൻ താമരക്കുളം, ടി.എസ്. സജീവൻ, പി.എം. സിജിത്ത്, എം.എസ്. ലെനിൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പി.എൻ. ഗോപികൃഷ്ണനെ ജൂറി തെരഞ്ഞെടുക്കുന്നു. ജൂറി കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് നമ്മുടെ അക്കാദമിയുടെ പ്രസിഡൻറ്റും പ്രമുഖ പ്രശസ്ത കവിയുമായിട്ടുള്ള കെ. സച്ചിദാനന്ദ മാഷാണ് ഇതിൻ്റെ ചെയർമാനായിരുന്നത്. മറ്റന്നാളാണ് ഇതിൻ്റെ ഈ അവാർഡ് സമർപ്പണം നടക്കുന്നത്. സച്ചിദാനന്ദ മാഷ്, അതുപോലെ തന്നെ സുനിൽ പി. ഇളയിടം, അത് ആലങ്കോട് ലീലാകൃഷ്ണൻ, പിന്നെ നമ്മുടെ അവാർഡ് വാങ്ങിക്കുന്ന ഗോപികൃഷ്ണൻ, അതുപോലെ തന്നെ ഫസീല തരകത്ത് തുടങ്ങിയ പ്രഗത്ഭരായ ആളുകളുടെ സാന്നിധ്യമാണ് ഈ സമർപ്പണ പരിപാടിയിൽ ഉണ്ടാവുക. വെള്ളക്കെട്ട് ഒഴിവാക്കാനായി ചാലക്കുടി നഗരസഭ കാന നിർമ്മിച്ചിട്ടും കണ്ണമ്പുഴ റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരമായില്ല. നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ വീഴ്ചയാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആരോപണം. കാനയുടെ നിർമ്മാണം അശാസ്ത്രീയമാണെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വെള്ളം ഒഴുകിപ്പോകാതെ റോഡിൽ തന്നെ കെട്ടിക്കിടന്നു.
റോഡിലെ വെള്ളക്കെട്ടിനെ തുടർന്ന് ഇതുവഴി സഞ്ചരിക്കാനാകാത്ത അവസ്ഥയുമായി. 2 ദിവസം മുൻപ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയപ്പോഴും റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. റോഡിൽ നിന്നും വെള്ളം കാനയിലേക്ക് ഒഴുകിപ്പോകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. ആഴ്ചകൾക്ക് മുമ്പാണ് ലക്ഷങ്ങൾ ചിലവിട്ട് കാനയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. സൗത്ത് ജംഗ്ഷനിൽ നിന്നുള്ള കണ്ണമ്പുഴ റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കാനായാണ് ഇവിടെ കാന നിർമ്മിച്ചത്. കാന നിർമ്മാണം പരിശോധിക്കാനോ പുരോഗതി വിലയിരുത്താനോ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ വീഴ്ചയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആരോപണം ഉയരുന്നത്. വെള്ളക്കെട്ട് ഉടൻ പരിഹരിക്കണമെന്ന് നഗരസഭാ കൗൺസിലർമാരായ VJ ജോജി, TD എലിസബത്ത് എന്നിവർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, ചാലക്കുടി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മകൾ പുതുക്കി ഇന്ന് വിഷു. കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും ലോകമെമ്പാടുമുള്ള മലയാളികൾ വിഷു ആഘോഷത്തിൽ. വിഷുപ്പുലരിയിൽ കണ്ണനെ കണി കണ്ടുണരാൻ ഗുരുവായൂരിൽ വൻ ഭക്തജന തിരക്ക്. പുലർച്ചെ 2:42 മുതൽ 3:42 വരെയാണ് വിഷുക്കണി ദർശനം. ചാലക്കുടി നഗരസഭ കാന നിർമ്മിച്ചിട്ടും കണ്ണമ്പുഴ റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരമായില്ല. നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ വീഴ്ചയാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആരോപണം. ഇതോടെ ന്യൂസ് സ്ട്രീം സമാപിച്ചു. നമസ്കാരം.